വചനം പറഞ്ഞു എന്നുള്ളത് കൊണ്ടാണ്. വിജാതീയ നാടുകളിലെ സുവിശേഷം പ്രസംഗിച്ചു. ഈ 1, 2, 3 യാത്രകളിൽ അദ്ദേഹം ഒരുപാട് വിജാതീയ നാടുകൾ സന്ദർശിച്ചു. ഏതാനും പേരുകളൊക്കെ നമുക്ക് പരിചയപ്പെടാം യാത്രക്കിടയിൽ. ഒന്നാമത്തെ യാത്ര അത് 46, 48. ഒന്നാമത്തെ യാത്രയെ കുറിച്ച് നമുക്ക് ഏതാനും കാര്യങ്ങൾ പറയാം. അപ്പസ്തോല പ്രവർത്തനത്തിന്റെ 13-ാമത്തെ അധ്യായത്തിന്റെ 1 തുടങ്ങി 14, 28 വരെയാണ് ഒന്നാമത്തെ യാത്ര. അപ്പസ്തോല പ്രവർത്തനം 13-ാമത്തെ അധ്യായം 1 തുടങ്ങി 14-ാമത്തെ അധ്യായത്തിന്റെ 28-ാമത്തെ വചനം വരെ. അപ്പസ്തോല പ്രവർത്തനം 13:1 മുതൽ 14:28 വരെ. ഈ വചനഭാഗത്താണ് അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ യാത്രയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. നമുക്ക് നോക്കാം അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ യാത്ര. നമുക്ക് ആദ്യം വായിക്കേണ്ടത് 13-ാമത്തെ അധ്യായത്തിന്റെ 1 തുടങ്ങി 3 വരെ വചനങ്ങൾ വായിക്കാം. വായിച്ചു. മിഷൻ പ്രവർത്തനം ആരംഭിക്കുന്നത് എങ്ങനെയാണ് എന്ന് നമുക്കിവിടെ കാണാൻ പറ്റും. എങ്ങനെയാണ് മിഷൻ പ്രവർത്തനം ആരംഭിക്കുന്നത്? കൈവെപ്പ് വഴി. ഉപവാസം, പ്രാർത്ഥന, കൈവയ്പ്. അതാണ് യാത്രയുടെ തുടക്കം. ഉപവാസം, പ്രാർത്ഥന, കൈവയ്പ്. ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ട് നമ്മളും അങ്ങനെയല്ലേ ഈ ഹോം മിഷനും മറ്റു കുടുംബ പരിപാടികൾക്കുമൊക്കെ പല മിഷൻ പ്രവർത്തനങ്ങൾക്ക് ഒക്കെ പോകുമ്പം നല്ലതുപോലെ പ്രാർത്ഥിക്കും, ഉപവസിക്കും. കാരണം എന്നാ ഉപവസിക്കുന്നത്? ചില വർഗമൊക്കെ ഇറങ്ങി പോകണമെങ്കിൽ ഉപവാസം അല്ലാതെ പറ്റുകയില്ല. അതുകൊണ്ടാണ് ഉപവസിച്ച് പ്രാർത്ഥിച്ച് അഭിഷേകത്തോടു കൂടെ വേണം ശുശ്രൂഷയ്ക്ക് ഇറങ്ങാൻ. അതാ ആദിമസഭയുടെ പാരമ്പര്യം. അങ്ങനെയുള്ള ജീവിത ശൈലികളിൽ മാത്രമേ വചനത്തിന് നല്ലതുപോലെ എല്ലായിടത്തേക്കും പ്രസരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് ഉപവസിച്ച് പ്രാർത്ഥിച്ച് പ്രത്യേകമായിട്ടുള്ള അഭിഷേകത്തോടു കൂടെ ഇവർ ഇറങ്ങിത്തിരിക്കുകയാണ്. അങ്ങനെ ഇറങ്ങിത്തിരിക്കുമ്പോൾ നമുക്ക് കാണാം, അങ്ങനെ ഇറങ്ങിത്തിരിക്കുകയാണ് നമ്മുടെ പൗലോസ്ലീഹ. ആദ്യം യാത്രയ്ക്ക് പോവുകയാണ്. അദ്ദേഹം ആദ്യം പോകുന്നത് എവിടെ നിന്നാണ് തുടങ്ങുന്നതെന്നാണ് പറഞ്ഞത്? അദ്ദേഹത്തിൻ്റെ യാത്രകളെല്ലാം അന്ത്യോക്യയിൽ നിന്നാണ്. നിങ്ങൾ ചിത്രത്തിലോട്ടൊന്ന് നോക്കുക. 2 അന്ത്യോക്യ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു ഇല്ലേ? ഏതൊക്കെ അന്ത്യോക്യ ഉണ്ടെന്നാ പറഞ്ഞത്? സിറിയായിലെ അന്ത്യോക്യയുണ്ട്, പിസിദിയയിലെ തുർക്കിയിലെ അന്ത്യോക്യയുണ്ട്. തുർക്കിയിലെ അന്ത്യോക്യ അറിയപ്പെടുന്നത് പിസീദിയൻ അന്ത്യോക്യ എന്നാണ്. അത് പറഞ്ഞ് പിസീദിയ എന്ന് പറയുന്ന ഒരു പ്രദേശത്തുള്ള അന്ത്യോക്യ. അതുകൊണ്ട് അത്രേ ഉള്ളൂ. പാലക്കാട്ടെ മലമ്പുഴ എന്ന് പറയുന്നത് പോലെ പിസീദിയയിലെ അന്ത്യോക്യ. മറ്റേത് സിറിയയിലെ അന്ത്യോക്യ ആയതുകൊണ്ടാണ് സിറിയൻ അന്ത്യോക്ക് എന്ന് പറയുന്നത്. 2 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഇതിൽ എവിടെ വെച്ചാണ് നമ്മൾ ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കപ്പെട്ടത്? സിറിയയിലെ അന്ത്യോക്യയിൽ വെച്ചാണ് നമ്മൾ ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കപ്പെട്ടത്. ഇതാണ് പൗലോസ്ലീഹായുടെ ഒന്നാമത്തെ യാത്ര. വ്യക്തമായോ? അന്ത്യോക്യയിൽ നിന്ന് ആരംഭിച്ചു. കുതിരപ്പുറത്ത് കയറി സെലൂക്യയിലെത്തി. സെലൂക്യയിൽ നിന്നും കപ്പൽ കയറിയിട്ട് സൈപ്രസ് ദ്വീപിലെത്തി. സൈപ്രസ് ദ്വീപിൻ്റെ അകത്തൂടെ കുതിരപ്പുറത്ത് ഇങ്ങനെ സലാമീസിലും പാഫോസിലും ഒക്കെ കറങ്ങി ആ ദ്വീപിൽ നിന്നും സൈപ്രസിൽ നിന്നും വീണ്ടും കപ്പൽ കയറി പെർഗായിലെത്തി. പെർഗായിൽ നിന്നും പിന്നെ കുതിരപ്പുറത്ത് കയറി അങ്ങനെ പിസീദിയൻ അന്ത്യോക്യ ചെന്നു, ഇക്കോണിയത്തിൽ ചെന്നു, ദർബായിൽ ചെന്ന്, ലിസ്ത്രായിൽ ചെല്ലുന്നു. അതാണ് അദ്ദേഹത്തിൻ്റെ റൂട്ട് കണ്ടുപിടിക്കുന്നത് എല്ലാവർക്കും ഒരു ഹരമായിരുന്നു കുറച്ച് നാൾ മുന്നിൽ ഇല്ലേ? കൊറോണ കാലത്ത് എല്ലാവരും ഓരോരുത്തരും പോയ റൂട്ട് കണ്ടുപിടിക്കുമായിരുന്നു. അവസാനം തോറ്റത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാൾ ഇടിയപ്പം പോലെ ഈ നൂലപ്പം പോലെ യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇത് എവിടുന്ന് എങ്ങോട്ടാണ് കണ്ടുപിടിക്കാൻ വയ്യാത്ത വിധം ആകെ അങ്കലാപ്പിലായപ്പോൾ പിന്നെ അതൊക്കെ നിർത്തി തുടങ്ങി. പൗലോസ്ലീഹായും പോയത് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല എങ്കിലും കൃത്യമായിട്ടുള്ള ഒരു ചാർട്ടേഡ് യാത്ര തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റേത്.
വളരെ കൃത്യമായിട്ട് യാത്ര, അത് കൃത്യമായിട്ട് ഈ അപ്പസ്തോല പ്രവർത്തനത്തിൽ വിവരിച്ചിട്ടുമുണ്ട് കേട്ടോ. എല്ലാവരും ഓർക്കും എങ്ങനെയാണ് ഇത്ര നമുക്ക് കൃത്യമായിട്ട് വിവരം കിട്ടുന്നത്? ലൂക്കാ സുവിശേഷകൻ നല്ലൊരു ചരിത്രകാരനായിരുന്നു. നല്ലൊരു ചരിത്രകാരനായിരുന്നത് കൊണ്ട് പൗലോസ്ലീഹയുമായിട്ട് നല്ല ബന്ധത്തിലുമായിരുന്നു അവരെ. അപ്പം അതുകൊണ്ട് പൗലോസിൻ്റെ സകല ഡീറ്റെയിൽസും ആർക്കറിയായിരുന്നു? ലൂക്കായ്ക്ക് അറിയായിരുന്നു. അതുകൊണ്ടാണ് ലൂക്ക വളരെ സുന്ദരമായിട്ട് ഈ യാത്രയെക്കുറിച്ച് അപ്പസ്തോല പ്രവർത്തനത്തിൽ എഴുതിയത്. ഈ എല്ലാവരും ഒക്കെ ചോദിക്കും, മറ്റുള്ള അപ്പസ്തോലന്മാരെ കുറിച്ചൊക്കെ വേറെ ആർക്കെങ്കിലും ഒക്കെ എഴുതാൻ മേലായിരുന്നു, പൗലോസിനെ കുറിച്ചാണല്ലോ ഈ അപ്പസ്തോല പ്രവർത്തനത്തിൻ്റെ മുക്കാൽ ഭാഗവും എന്ന്. സത്യം അത്. കാരണം എഴുതിയത് ലൂക്കായ, ലൂക്കായുടെ കൂട്ടുകാരനായിരുന്നു ആര്? കൂട്ടുകാരനെ കുറിച്ചല്ലാതെ വേറെ ആരെ കുറിച്ചൊക്കെ എഴുതാൻ പറ്റുമോ? കൂട്ടുകാരനെ കുറിച്ച് കൃത്യമായിട്ട് അറിയാമായിരുന്നു. കൂട്ടുകാരൻ നല്ല മിഷണറി ആയിരുന്നു, അറിയായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ഈ പൗലോസിനെ കുറിച്ച് എഴുതിയത്. അങ്ങനെ അതിൽ നിന്നാണ് നമുക്ക് ഈ വിവരം എല്ലാം കിട്ടുന്നതും. അങ്ങനെ ആദ്യ യാത്രയെക്കുറിച്ച് നമുക്ക് പറയാം. നമുക്ക് വായിക്കേണ്ടത് 13-ാമത്തെ അധ്യായത്തിൻ്റെ 4-12. താങ്ക് യു. നമ്മുടെ പൗലോസ്ലീഹ അന്ത്യോക്യയിൽ നിന്നും യാത്ര ചെയ്ത് ഇപ്പോൾ ഏത് ദ്വീപിലെത്തിയിരിക്കുന്നത്? ഏത് ദ്വീപിലെത്തിയിരിക്കുന്നത്? ഏതാണ് നമ്മുടെ ദ്വീപ്? എന്തോ? സൈപ്രസ് ദ്വീപിലാണ്. ചിത്രത്തിൽ കാണാം ഇല്ലേ? അദ്ദേഹം എത്തിയിരിക്കുന്നത് സൈപ്രസ് ദ്വീപിലാണ്. അവിടെയാണ് ഒരു സ്ഥലം. ഏതാണ് സ്ഥലം? പാഫോസ്. കണ്ടോ എഴുതിയിരിക്കുന്നത്? പാഫോസ്. അവിടെ നടന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ് ലൂക്കാ സുവിശേഷകൻ ഇവിടെ വിവരിക്കുന്നത്. പാഫോസിൽ ചെന്നപ്പം എന്ത് ഉണ്ടായി എന്നുള്ളതാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ എല്ലാ സംഭവങ്ങളൊന്നും പറയാൻ നമുക്ക് സമയമില്ല. ചുരുക്കം ചില സംഭവങ്ങൾ മാത്രമേ ഒരു പൊതു അറിവിന് വേണ്ടിയിട്ട് പറയുന്നുള്ളൂ. എങ്ങനെയാണ് അദ്ദേഹം പ്രവർത്തിച്ചത് അല്ലെങ്കിൽ സംസാരിച്ചത് എന്നുള്ളതിനെക്കുറിച്ച്. നമ്മൾ എന്തായാലും പാഫോസിലേക്ക് പോവാം. പാഫോസിൽ ചെല്ലുന്നു. പാഫോസിൽ ഒരു ഉപസ്ഥാനപതി ഉണ്ടായിരുന്നു. ഈ ഉപസ്ഥാനപതി കേട്ടു, പൗലോസ് എന്ന് പറയുന്ന മിടുമിടുക്കനായ ഒരു ചെറുപ്പക്കാരൻ വരുന്നുണ്ട്, അവൻ ക്രിസ്തുവിനെ കുറിച്ചാണ് പ്രസംഗിക്കുന്നത്. അപ്പോൾ ഈ സെർജിയസ് പൗലോസ് ബുദ്ധിമാനായിരുന്നു, മിടുക്കനുമായിരുന്നു. നമ്മളിപ്പോൾ വായിച്ചു കേട്ടല്ലോ അവിടുത്തെ ഉപസ്ഥാനപതി. അപ്പോൾ ഈ ഉപസ്ഥാനപതി പറഞ്ഞു, കൊള്ളാം, എന്നാൽ ഇവൻ്റെ പ്രസംഗമൊക്കെ ഒന്ന് കേട്ടേക്കാം. ഈ ഉപസ്ഥാനപതി പ്രസംഗം കേട്ടേക്കാന്ന് പറഞ്ഞപ്പം ഈ ഉപസ്ഥാനപതിക്ക് ഒരു സദസ്യനുണ്ടായിരുന്നു. എല്ലാ ഈ പ്രധാനപ്പെട്ട കൊട്ടാരങ്ങളിലുമൊക്കെ സദസ്യരുള്ളത് നമുക്കറിയാമല്ലോ. ഈ ഉപസ്ഥാനപതിയുടെ സദസ്യൻ്റെ പേര്, അല്ലെങ്കിൽ അദ്ദേഹം ഒരു മജീഷ്യനും കൂടെ ആയിരുന്നു കേട്ടോ. അദ്ദേഹത്തിൻ്റെ പേര് ബർയേശു എന്നായിരുന്നു. ബർയേശു അല്ലെങ്കിൽ ഏലിമാസ്, മാന്ത്രികനുമായിരുന്നു. ഉപസ്ഥാനപതി പറഞ്ഞു, എനിക്ക് ദൈവവചനം കേട്ടാൽ കൊള്ളാം,
ഉടനെ ഈ മാന്ത്രികൻ എന്നാ പറഞ്ഞു? വേണ്ട 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 വേണ്ട, നീ ദൈവവചനമൊന്നും കേൾക്കണ്ട. ഉടനെ തടസ്സപ്പെടുത്തി. പൗലോസ് ഇതറിഞ്ഞു. ഈ മാന്ത്രികൻ തടസ്സപ്പെടുത്തി. എന്ത് തടസ്സപ്പെടുത്തി? ദൈവവചനം കേൾക്കുന്നതിൽ നിന്നും ആരെ തടസ്സപ്പെടുത്തി? ഉപസ്ഥാനപതിയെ തടസ്സപ്പെടുത്തി. പൗലോസ്ലിഹായ്ക്ക് ഇത് പിടിക്കുവോ? പിടിക്കുകയില്ല. ഉടനെ തന്നെ 4 എണ്ണം അങ്ങോട്ട് പറഞ്ഞു. നമ്മളങ്ങനെയല്ലേ, ചിലത് കാര്യം പിടിച്ചില്ലെങ്കിൽ പിന്നെ 2-3 എണ്ണം അങ്ങോട്ടങ്ങ് പറയും. പൗലോസ്ലിഹ 4 എണ്ണം പറഞ്ഞങ്ങോട്ട്, അല്ലേ? പലപ്പോഴും അങ്ങനെയല്ലേ. എന്നതാ പറഞ്ഞെന്നറിയാവോ? സാത്താന്റെ സന്താനമേ, സകല നീതിക്കും എതിരായവനെ, ദുഷ്ടതയും വഞ്ചനയും നിറഞ്ഞവനെ, ദൈവത്തിന്റെ നേർവഴി ദുഷിപ്പിക്കുന്നവനെ. കണ്ടോണേ, ഒട്ടും ഡോസ് കുറച്ചില്ല. ഡോസ് നല്ല കൂട്ടി തന്നെ കൊടുത്തു. സാത്താന്റെ സന്താനമേ എന്ന്. നമ്മൾ നമ്മുടെ രീതിയിൽ പലതിൻ്റെയും മോനെ എന്നൊക്കെ വിളിക്കും. അതൊക്കെ എന്തോ ആയിക്കൊള്ളട്ടെ. ഇവിടെ പൗലോസ്ലിഹ ഇച്ചിരി സ്റ്റാൻഡേർഡ് കാണിച്ചു. സാത്താന്റെ സന്താനമേ എന്നൊക്കെ വിളിച്ചു. ആര് എപ്പോ സാത്താന്റെ സന്താനമാകുന്നു ഓർത്തോണം. എപ്പോഴാ? ദൈവവചനത്തിന്റെ ശ്രവണത്തിന് തടസ്സം നിൽക്കുമ്പോൾ അയാള് സാത്താന്റെ സന്താനമാകുന്നു. ദൈവത്തിന്റെ സന്താനമായിരുന്നെങ്കിൽ അവൻ ദൈവവചനം കേൾക്കാനും ദൈവവചനം കേൾക്കാൻ മറ്റുള്ളവർക്ക് അവസരം ഒരുക്കാനും ശ്രദ്ധിക്കുമായിരുന്നു. അതുകൊണ്ടാണ് പൗലോസ്ലിഹ അവനെ എന്തെന്ന് വിളിച്ചത്? സാത്താന്റെ സന്താനമേ. പിന്നെ പറയുകയാണ്, സാത്താന്റെ സന്താനമേ, സകല നീതിക്കുമെതിരായവനെ. സകല നീതിക്കുമെതിരായവനെ. നീതി ആരാ? ദൈവവാ. ദൈവത്തിനെതിരായിട്ട് നിൽക്കുന്നവനെ, സകല നീതിക്കുമെതിരായിട്ട് നിൽക്കുന്നവനെ എന്നാ പറഞ്ഞത്. 3-ാമത് പറയുകയാണ്, ദുഷ്ടതയും വഞ്ചനയും നിറഞ്ഞവനെ. ദുഷ്ടതയാ. തമ്പുരാന്റെ വചനം കേൾക്കുന്നതിൽ നിന്ന് മറ്റൊരാളെ തടസ്സപ്പെടുത്തുന്ന ഒരാളുണ്ട് എങ്കിൽ അയാൾ ദുഷ്ടനാണ്. ദുഷ്ടത അവനിലുള്ളത് കൊണ്ടാ. നന്മ ഒരാളിൽ ഉണ്ടായിരുന്നെങ്കിൽ ദൈവവചനം കേൾക്കാനായിട്ട് പ്രോത്സാഹിപ്പിക്കുകയില്ലായിരുന്നോ? ഇല്ലായിരുന്നോ? തീർച്ചയായിട്ടും. അവനിൽ ദുഷ്ടത വസിക്കുന്നത് കൊണ്ടാ. വീണ്ടും പറയുകയാണ്, ദൈവത്തിന്റെ നേർവഴി ദുഷിപ്പിക്കുന്നവനെ. കണ്ടോ, അവൻ പറഞ്ഞു കൊടുത്തായിരുന്നെങ്കിൽ ദൈവത്തിന്റെ നേർവഴി ഒരുക്കാനായിട്ട് സഹായിച്ചേനെ. പക്ഷെ വേണ്ട 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 വേണ്ട, നീ അവന്റെ വചനം ഒന്നും കേൾക്കണ്ട എന്ന് പറഞ്ഞു. ശക്തമായിട്ട് പൗലോസ്ലിഹ 4 എണ്ണം അവനോട് പറയുകയും ചെയ്തു. പിന്നെ എന്ത് സംഭവിച്ചു? തുടർന്ന് നമ്മൾ കാണുന്നുണ്ട്. അവനോട് ശക്തമായിട്ട് ഇത് 4 എണ്ണം പറയുക മാത്രമല്ല, അവനോട് നല്ല നല്ല പിടപെട കൊടുത്തു. എന്നതാ? നമുക്ക് നോക്കാം എന്താ കൊടുത്തത് എന്നുള്ളതിനെ കുറിച്ച്. ചിലരൊക്കെ ചോദിക്കും, പൗലോസ് എന്നാൽ ഇത്രയൊക്കെ കാണിക്കണമായിരുന്നോ? അവന് ഇച്ചിരി വിശ്വാസം ഇല്ലെന്നൊക്കെ ഓർത്തുകൊണ്ട്, ദുഷ്ടതയും വഞ്ചനയൊക്കെ നിറഞ്ഞവനായിരുന്നുകൊണ്ട് അവൻ്റെ കണ്ണിൻ്റെ കാഴ്ചയും കൂടെ കളയണമായിരുന്നു എന്ന്. ഇവൻ ആത്മീയമായിട്ട് അന്ധനായിരുന്നു. കാരണം എന്നാ? തിരിച്ചറിഞ്ഞിട്ടില്ല. 2, എന്നാൽ പിന്നെ അവനും കൂടെ ഇരിക്കട്ടെ, അവൻ്റെ ഭൗതികമായിട്ടുള്ള അന്ധതയെന്നും പറഞ്ഞൊരു ശിക്ഷ കൊടുത്തതാണ്. ശിക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ടല്ല, നമ്മൾ തിരിച്ചറിയേണ്ടത് ഇതാണ്. ഒരു ഡിസിപ്ലിനറി ആക്ഷനായിട്ടൊക്കെ അതിനെ മനസ്സിലാക്കും. എന്തായാലും അവന് ശരിക്കും അന്ധനായി തീരണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കൊടുത്തതല്ല, ഒരു തിരിച്ചറിവിന് വേണ്ടിയിട്ട് കൊടുത്ത ഒരു ശിക്ഷയാണ്. അങ്ങനെയല്ലേ നമ്മൾ ക്ലാസ്സിൽ വഴക്കുണ്ടാക്കുന്ന ഒരു കൊച്ച്, എത്ര പറഞ്ഞിട്ടും അവൻ കേൾക്കുകയില്ല, പിന്നെയും ബഹളം വെച്ചുകൊണ്ടിരിക്കുക. അവൻ്റെ കയ്യിലിരിക്കുന്ന കോമ്പസ് വെച്ച് തൊട്ട് മുമ്പിലുള്ളവന് ചന്തി കിട്ടു കുത്തും. എന്നാ ചെയ്യും? അവസാനം നമ്മൾ അവനെ എന്നാ കാണിക്കും? ഇറക്കി നിർത്തും ക്ലാസ്സിൽ. എന്തിനു വേണ്ടിയിട്ടാണ്? അങ്ങനെയെങ്കിലും പശ്ചാത്തപിച്ച് തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ്. ഈ ശിക്ഷകൾ കൊടുക്കുന്നതും അത്തരത്തിലാണ് കേട്ടോ. ശിക്ഷണമാണ്. ശിക്ഷ എന്നതിനപ്പുറത്ത് ശിക്ഷണമാണ്. ഡിസിപ്ലിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ശിക്ഷണ നടപടികളുടെ ഭാഗമായിട്ടാണ് നമ്മളതിനെ മനസ്സിലാക്കേണ്ടത്. ഇനി പൗലോസ്ലിഹ 2-ാമത് അവിടെ നിന്നും യാത്ര ചെയ്യുന്നതും വലിയൊരു പ്രസംഗം നടത്തുന്നതും പാംഫീലിയയിലാണ്. പാംഫീലിയ എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത്, നമ്മുടെ മാപ്പിൽ ഞാൻ കാണിച്ചു തരാം. ഇവിടെ സൈപ്രസിലെ പാഫോസ് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ വായിച്ച വചനഭാഗത്ത് നിന്നും 13-ാമത്തെ വചനം വായിക്കാവോ? 13. പാംഫീലിയയിലെ പെർഗായിലെത്തി. എവിടെയാണ് സ്ഥലം? അവിടെ നിന്ന് കപ്പൽ കയറിയിട്ട് മുകളില് തുർക്കിയുടെ ഭാഗത്തോട്ട് എത്തുകയാണ്. അപ്പോസ്തല പ്രവർത്തനം 13:13.
അപ്പസ്തോല പ്രവർത്തനം 13:13 അവിടെയാണ്. അതാണ് പെർഗ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തി. കപ്പലെ കയറി യാത്ര ചെയ്തു, പെർഗായിൽ എത്തി. പെർഗായിൽ എത്തിയപ്പം അവിടെ എന്ത് സംഭവിക്കുന്നു എന്നാണ് നമ്മൾ അപ്പസ്തോല പ്രവർത്തനത്തിന്റെ 13:13 തുടർന്നുള്ള ഭാഗത്തും വായിക്കുന്നത്. അത് മുഴുവൻ വായിക്കാനും വ്യാഖ്യാനിക്കാനും ഉള്ള സമയമില്ലാത്തത് കൊണ്ട് നമുക്ക് വേഗം ആദ്യത്തെ 1-2 വാക്യങ്ങൾ മാത്രം ഒന്ന് വായിച്ച് പോവാം. 16 വരെ വായിക്കാം. ഓക്കെ, മതി, താങ്ക് യു. നമ്മളിപ്പം പറഞ്ഞ സൈപ്രസിൽ നടത്തിയ ഒരു ഇടപെടലിനെ കുറിച്ച് പറഞ്ഞു ഇല്ലേ? അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പാംഫീലിയയിലേക്കാണ് പോയത്. പാംഫീലിയയിലെ ഏത് സ്ഥലത്താണ് ഇപ്പം? ഏത് സ്ഥലത്താണ്? പെർഗ. പെർഗ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ചെന്ന് സിനഗോഗിൽ ചെന്ന്, നമ്മൾ പറഞ്ഞല്ലോ സിനഗോഗിലോട്ട് ആദ്യം പോകുന്നത്. സിനഗോഗിൽ പോയി അദ്ദേഹം വലിയൊരു പ്രസംഗം നടത്തുകയാണ്. പൗലോസിന്റെ നല്ല ദീർഘമായിട്ടുള്ളൊരു പ്രസംഗമാണ്. യഹൂദരാണ് എവിടെയുള്ളത്? സിനഗോഗിലുള്ളത് അല്ലേ? സിനഗോഗിലുള്ളത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യഹൂദർ. വിജാതിയിലുണ്ടോ? ഇല്ല. യഹൂദരുടെ പ്രധാനപ്പെട്ട കേന്ദ്രമാണ് എന്ത്? സിനഗോഗ്. സിനഗോഗിലുള്ളത് യഹൂദരാണ്. അപ്പൊ അങ്ങനെ ഈ പാംഫീലിയയിലെ പെർഗായിലെ സിനഗോഗിൽ ചെന്നിട്ട് അവിടെയുള്ള യഹൂദരോട് സംസാരിക്കുകയാണ്. അവർക്കറിയാം, പഴയ നിയമം മുഴുവൻ അറിയാം യഹൂദർക്കില്ലേ? അവരോട് അതിൻ്റെ വിശദീകരണമാണ് ഈ തുടർന്ന് വരുന്ന ഭാഗത്ത് മുഴുവനും കാണുന്നത്. അവര് അബ്രാഹത്തിന്റെ സന്തതികളെ, നിങ്ങൾ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ, നിങ്ങൾ കാലാകാലങ്ങളായിട്ട് കാത്തിരുന്നത് യേശുവിനെയല്ലേ, മിശിഹായെ പ്രതീക്ഷിച്ചിരുന്നതല്ലേ, മിശിഹ വന്നില്ലേ, നിങ്ങൾ നോക്കിയില്ലല്ലോ, നിങ്ങൾ കണ്ടെത്തിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രസംഗം പറയുന്നതാണ്. ഈ അപ്പസ്തോല പ്രവർത്തനത്തിന്റെ 13-ാമത്തെ അധ്യായത്തിന്റെ 17 തുടങ്ങി അദ്ദേഹം വലിയ പ്രസംഗം അങ്ങ് നടത്തി പോവുകയാണ്. 41 വരെ പ്രസംഗിച്ച് കഴിയുമ്പോൾ നമ്മൾ കാണും, പ്രസംഗമൊക്കെ കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഇക്കാര്യങ്ങളെല്ലാം അടുത്ത സാപത്തിലും വിവരിക്കണമെന്ന് അവർ പുറത്തു വന്നപ്പോൾ ആളുകൾ അവരോട് അപേക്ഷിച്ചു. സിനഗോഗിലെ സമ്മേളനം പിരിഞ്ഞപ്പോൾ, അതൊന്ന് ശ്രദ്ധിക്കണേ, അപ്പസ്തോല പ്രവർത്തനം 13-ാമത്തെ അധ്യായം 43-ാം വചനം. അപ്പസ്തോല പ്രവർത്തനം 13-ാമത്തെ അധ്യായം 43-ാമത്തെ വചനം. ഓക്കെ, താങ്ക് യു. പൗലോസിന്റെ പ്രസംഗമായിരുന്നു 17 തുടങ്ങി 41 വരെ. 17 തുടങ്ങി 41 വരെ അദ്ദേഹം പ്രസംഗിച്ചു. ചേരാൻ താല്പര്യപ്പെട്ടത്? ശരിയാണ്. ആരാണ്? പൗലോസിന്റെ പ്രസംഗം കേട്ടപ്പം കുറെ പേര് എങ്ങോട്ട് ചേർന്നു? ക്രിസ്തു മതത്തിലേക്ക് ചേർന്നു. ക്രിസ്തു മതത്തിലേക്ക് ചേർന്നു. ആരൊക്കെയാണ് അവിടെ? മനസ്സിലായോ? അത് പൗലോസിന്റെ പ്രസംഗം കേട്ട് കഴിഞ്ഞപ്പം
സിനഗോഗിലാണ് ഇപ്പൊ പ്രസംഗിക്കുന്നത് അല്ലേ? സിനഗോഗില് ആരാ ഉള്ളത്? ഒന്ന്, യഹൂദര്. രണ്ട്, യഹൂദ മതത്തിലേക്ക് പുതുതായിട്ട് ചേർന്നവര്. അതാരാന്ന് ചോദിച്ചാലുണ്ടല്ലോ, വിജാതീയരായിട്ടുള്ള ആൾക്കാര് യഹൂദ മതത്തിൻ്റെ പരിശീലനങ്ങളൊക്കെ നേടി അവർ പരിച്ഛേദനം സ്വീകരിച്ച് യഹൂദ മതത്തിലേക്ക് ചേരുന്ന ഒരു രീതി അന്നുണ്ടായിരുന്നു. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. യഹൂദരും യഹൂദ മതത്തിൽ പുതുതായി ചേർന്നവരും. വ്യക്തമായോ? അതായത് യഹൂദ മതത്തിലേക്ക് ആൾക്കാർ അന്നും ചേരുന്നുണ്ടായിരുന്നു, വിജാതീയരായിട്ടുള്ള ആൾക്കാർ. പൗലോസിന്റെ പ്രസംഗം കേട്ടപ്പം ഈ യഹൂദരും യഹൂദ മതത്തിലേക്ക് ചേർന്നവരും എങ്ങോട്ട് ചേർന്നു? ക്രിസ്തു മതത്തിലേക്ക് ചേർന്നു, ക്രിസ്ത്യാനികളായി തീർന്നു എന്നാണ് പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം. അതായത് പൗലോസിന്റെ പ്രസംഗത്തിന്റെ സ്വാധീനം യഹൂദരെയും യഹൂദ മതത്തിൽ പുതുതായി ചേർന്ന വിജാതീയരെയും കൂടാതെ മറ്റ് വിജാതീയരെയും സ്വാധീനിച്ചു എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് നമുക്ക് പിന്നീട് കാണാൻ പറ്റുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ടല്ലോ, ഞാൻ മനസ്സിലാക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് പറയുന്നൊരു കാര്യമാണ്. നമ്മുടെ സഭാ സമൂഹത്തിലോട്ട് ചേർന്ന ആൾക്കാരെ കുറിച്ച് പറഞ്ഞാൽ, ഒന്ന്, യഹൂദര് ചേർന്നായിരുന്നു. അവരെ നമ്മൾ എന്നാന്ന് വിളിക്കും? യഹൂദ ക്രിസ്ത്യാനികൾ. വിജാതീയരെ ക്രിസ്തു മതത്തിലേക്ക് ചേർന്നപ്പം അവരെ എങ്ങനെ വിളിക്കും? വിജാതീയ ക്രിസ്ത്യാനികൾ. അതുകൊണ്ട് ഞാൻ ചുമ്മാ അവർക്കൊരു ചുരുക്കപ്പേരിട്ടതാണ്. യഹൂദ മതത്തിൽ നിന്നും ക്രിസ്തു മതത്തിലേക്ക് വന്നവരെ യക്രി, വിജാതീയ സമൂഹത്തിൽ നിന്നും ക്രിസ്തു മതത്തിലേക്ക് വന്നവരെ വിക്രി. ഇനി രണ്ടാമത്തെ കൂട്ടര്, അവര് വിജാതീയരായിരുന്നു, അവർ യഹൂദ മതത്തിൽ വന്നു, അവിടെ നിന്ന് അങ്ങോട്ട് വന്നു, ക്രിസ്തു മതത്തിലോട്ട് വന്നു, വിയക്രി. വിജാതീയര് യഹൂദ മതത്തിൽ വന്നു, അവിടെ നിന്ന് ക്രിസ്തു മതത്തിലേക്ക് വന്നു. അപ്പൊ അങ്ങനെ നമ്മുടെ സഭയിൽ വന്ന ആൾക്കാര് യഹൂദരുണ്ട്, വിജാതീയരുണ്ട്, വിജാതീയർ യഹൂദരായിട്ട് വന്നവരുമുണ്ട്. അങ്ങനെ പല വിഭാഗങ്ങൾ നമ്മുടെ കൂട്ടായ്മയിലോട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്റർനെറ്റിന്റെ കണക്ഷൻ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അപ്പൊ പൗലോസിന്റെ പ്രസംഗം കേട്ടപ്പം ഇങ്ങനെ ആൾക്കാരെ നമ്മുടെ കൂട്ടായ്മയിലോട്ട് വന്നെന്നൊന്ന് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ആദിമ സഭയിലെ യഹൂദരും വിജാതീയരും യഹൂദ മതത്തിലേക്ക് ചേർന്ന വിജാതീയരും ഒക്കെ ഇവിടേക്ക് വന്നു, വചനം സ്വീകരിച്ചു. ഇവർക്കൊക്കെ വലിയൊരു തിരിച്ചറിവുണ്ടായി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ. വലിയൊരു തിരിച്ചറിവുണ്ടായി. എന്തെന്നാ? യേശു മിശിഹായാണെന്ന്, യേശു ദൈവപുത്രനാണെന്ന്, അവിടുന്ന് ഉദ്ധിതനാണ് എന്നുള്ള തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് അവര് ഈ ക്രിസ്തു മതത്തിലേക്ക് ചേർന്നത്. വീണ്ടും അദ്ദേഹം മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പൗലോസ്ലീഹ തുടർന്ന് വരുന്ന ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട് അദ്ദേഹം ഇക്കോണിയത്തിലേക്ക് പോയി. ഈ പ്രസംഗമൊക്കെ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് സഫറിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്, ഒരുപാട് വിഷമങ്ങളൊക്കെ ഏൽക്കേണ്ടി വന്നിട്ട് നമ്മൾ തുടർന്ന് വരുന്ന ഭാഗത്ത് കാണുന്നുണ്ട്. അദ്ദേഹത്തിന് ഈ പംഫീലിയയിൽ വെച്ച് തന്നെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്, അത് നമ്മൾ പറയുന്നില്ല. പിന്നീട് ഇക്കോണിയത്തിലേക്ക് പോകുന്നുണ്ട്. അത് 14-ാമത്തെ അധ്യായത്തിലാണ് ഇക്കോണിയത്തിലേക്ക് പോകുന്നത്. ഇക്കോണിയത്തിൽ പോകുന്നുണ്ട്, അവിടെ നിന്നും ലിസ്ത്രായിലേക്ക് പോകുന്നുണ്ട്. ഇക്കോണിയം കണ്ടോ, ഐക്കോണിയം എന്നൊക്കെ പറയും. ഇക്കോണിയം, അവിടെ യഹൂദരും വിജാതിരും എല്ലാം എതിർത്തു എന്നുള്ളതാണ്. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. ഇക്കോണിയത്തിലെ അപ്പസ്തോല പ്രവർത്തനം 14:1-7. അപ്പസ്തോല പ്രവർത്തനം 14:1-7. അപ്പസ്തോല പ്രവർത്തനം 14:1-7. അപ്പസ്തോല പ്രവർത്തനം 14:1-7.
ഇക്കോണിയം എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹം പോയി പ്രസംഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഒരുപാട് പ്രതിസന്ധികളും തടസ്സങ്ങളും ഒക്കെ ഉണ്ടായി. എന്നാലും ധൈര്യപൂർവം വചനം പ്രസംഗിച്ചു. അവിടെ നിന്നും അവർ അടുത്ത് പോയ സ്ഥലം ഏതാണ്? ലിസ്ത്ര. ലിസ്ത്ര എന്ന് പറയുന്ന സ്ഥലം. അവിടെ ഒരു സംഭവം, അത്ഭുതം നടക്കുന്നുണ്ട്. ആ സംഭവത്തെക്കുറിച്ചാണ് അടുത്തതെന്ന് പറയാനുള്ളത്. ലിസ്ത്രയില് നടത്തുന്ന ഒരു അത്ഭുതം. ഈശോ തൻ്റെ ശുശ്രൂഷകൾക്കിടയിൽ ഒരുപാട് പേരെ സൗഖ്യപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ? അന്ധരായവരെ സുഖപ്പെടുത്തിയിട്ടുണ്ട്, മുടന്തരായവരെ സുഖപ്പെടുത്തിയിട്ടുണ്ട്, മരിച്ചവരെ കൈ ശോഷിച്ചവർക്ക് സൗഖ്യം കൊടുത്തിട്ടുണ്ട്, മരിച്ചവരെ ഉയർപ്പിച്ചിട്ടുണ്ട്, രക്തസ്രാവകാരി സ്ത്രീക്ക് സൗഖ്യം കൊടുത്തിട്ടുണ്ട്, എത്രയോ പേർക്ക് സൗഖ്യം കൊടുത്തിട്ടുണ്ട് ഇല്ലേ? ആദിമസഭയുടെ പ്രധാനപ്പെട്ട ശുശ്രൂഷകൾ രണ്ടെണ്ണമായിരുന്നു. ഒന്ന് വചനം പ്രസംഗിക്കുക, രണ്ട് സൗഖ്യത്തിൻ്റെ ശുശ്രൂഷ, രോഗശാന്തി ശുശ്രൂഷ നൽകുക. ഒന്ന് വചനം പ്രസംഗിക്കുക, രണ്ട് രോഗശാന്തി ശുശ്രൂഷ നൽകുക. അതായിരുന്നു ആദിമസഭയുടെ ശുശ്രൂഷകളുടെ പ്രവർത്തനങ്ങളുടെയൊക്കെ ഒരു ശൈലി. വചനം പറയും, രണ്ട് രോഗശാന്തി ശുശ്രൂഷ നടത്തും. വചനം പറഞ്ഞതിനെ കുറിച്ച് നമ്മൾ കണ്ടു അല്ലേ? ഒരുപാട് സ്ഥലങ്ങളിൽ പോയി വചനം പ്രസംഗിക്കുന്നതിനെ കുറിച്ച് നമ്മൾ കണ്ടു. വചനം പറഞ്ഞു. ഇനി സൗഖ്യത്തിൻ്റെ ശുശ്രൂഷയാണ്. ഈശോ ചെയ്തതുപോലെ തന്നെ അദ്ദേഹം ദൈവരാജ്യം പ്രസംഗിച്ചു, ഒരുപാട് പേർക്ക് സൗഖ്യം കൊടുത്തു. പൗലോസും ഇതുപോലെ തന്നെയാണ്. ഈശോ മിശിഹായെക്കുറിച്ച് പ്രസംഗിച്ചു, ഒപ്പം സൗഖ്യം കൊടുക്കുന്നു. നമുക്ക് വായിക്കാം. അപ്പസ്തോല പ്രവർത്തനം 14:8-12. അപ്പസ്തോല പ്രവർത്തനം 14:8-12. ഓക്കെ, താങ്ക് യു. പൗലോസ് ശ്ലീഹ ലിസ്ത്രായിൽ ചെല്ലുമ്പോൾ സംഭവിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ്. ലിസ്ത്രായിൽ ചെല്ലുന്നപ്പോൾ വചനം പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ വചനം പറഞ്ഞുകൊണ്ടിരുന്നപ്പം പൗലോസ് ശ്ലീഹ കണ്ടു, താഴെ ഒരാൾ ഇരിപ്പുണ്ട്. അദ്ദേഹത്തിന് ജന്മന മുടന്തനായിരിക്കുന്ന ഒരാളാണ്. പക്ഷെ പൗലോസ് ശ്ലീഹായ്ക്ക് പ്രസംഗം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തോന്നി അവന് സൗഖ്യം പ്രാപിക്കാൻ തക്ക വിശ്വാസമുണ്ടെന്ന്. ഉടനെ തന്നെ പൗലോസ് ശ്ലീഹ എന്ത് പറഞ്ഞു? എഴുന്നേക്കവിടെ, ചാടി എഴുന്നേക്കാൻ പറഞ്ഞു. അവൻ ചാടി എഴുന്നേറ്റു. പൗലോസ് ശ്ലീഹ അവനെ സൂക്ഷിച്ചു നോക്കി എന്നാണ് പറഞ്ഞത് ഇല്ലേ? സൂക്ഷിച്ചു നോക്കി. അവന് സൗഖ്യം പ്രാപിക്കാൻ തക്ക വിശ്വാസമുണ്ടെന്ന് കണ്ട് സൂക്ഷിച്ചു നോക്കി അവനെ എഴുന്നേൽപ്പിച്ചു. അതാണ് പൗലോസ് ശ്ലീഹ മുടന്തന് കൊടുക്കുന്ന സൗഖ്യത്തെക്കുറിച്ച്. ഇത് തന്നെയായിരുന്നു ഈശോയും ഇല്ലേ? മുടന്തന്മാർക്കും അന്ധന്മാർക്കും കുഷ്ഠരോഗികൾക്കും ധാരാളം പേർക്ക് സൗഖ്യം കൊടുത്തു. അതുപോലെ തന്നെ പൗലോസ് ശ്ലീഹ തൻ്റെ ശുശ്രൂഷയിൽ പ്രബോധനം കൊടുത്തതോടൊപ്പം തന്നെ രോഗശാന്തി ശുശ്രൂഷയും നൽകി എന്നുള്ളതാണ്. അതാണ് നമുക്ക് വചനത്തിൽ മനസ്സിലാക്കുന്നത്. രണ്ട് കാര്യങ്ങളാണ് നടത്തുന്നതെന്ന് ഞാൻ പറഞ്ഞു. ഒന്ന് പ്രബോധനം, രണ്ട് രോഗശാന്തി ശുശ്രൂഷ. ഇനി നമുക്ക് മറ്റ് ഭാഗങ്ങളിലേക്ക് പോവാം. അതിനുശേഷം അവരവിടെ നിന്നും അന്ത്യോക്യായിലേക്കൊക്കെ പോകുന്നുണ്ട്. നമുക്കത് പറയാനായിട്ട് സമയമില്ലാത്തത് കൊണ്ട് നമുക്ക് ഈ യാത്ര കഴിഞ്ഞ് അവർ തിരിച്ചെത്തി. ഒന്നാമത്തെ യാത്ര അവസാനിച്ചു കേട്ടോ. ഒന്നാമത്തെ യാത്ര 28-ാമത്തെ വചനത്തോടു കൂടി അവസാനിക്കുകയാണ്. പിന്നീട് നമ്മൾ കാണുന്നത് അവർ കറങ്ങിത്തിരിഞ്ഞ് അവരുടെ ഫൈനൽ ഡെസ്റ്റിനേഷനിലെത്തി. ഒന്നാമത്തെ യാത്ര അവിടെ അവസാനിച്ചു. ഒന്നാമത്തെ യാത്ര കഴിഞ്ഞപ്പോഴത്തേക്കും വലിയൊരു പ്രശ്നം ഉണ്ടായി.
പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ, സഭയിലെ ആദ്യത്തെ സൂനഹദോസ് വിളിച്ചു കൂട്ടപ്പെടാൻ മാത്രം സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നമുണ്ടായി. ഞാൻ മുമ്പ് പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. നമ്മുടെ സഭയിലോട്ട് പ്രവേശിച്ചത് ആരൊക്കെയാണ്? യഹൂദരുണ്ട്. യഹൂദര് വിജാതിയർ യഹൂദരായിട്ട് നമ്മുടെ ഇവിടേക്ക് വന്നവരുണ്ട്, വിജാതിയരുണ്ട്. പരിച്ഛേദനം ഇവരിൽ ആരൊക്കെ സ്വീകരിച്ചിട്ടുണ്ടാവും? ഈ നമ്പറിലെ 1 2 ആൾക്കാര് പരിച്ഛേദനം സ്വീകരിച്ചിട്ടുണ്ട്. പരിച്ഛേദനം സ്വീകരിക്കാത്ത ആൾക്കാർ ഇതിലാരാ? വിജാതിയര്. വലിയൊരു പ്രശ്നം വന്നു. ഒരുപാട് യഹൂദര് നമ്മുടെ ഈ കൂട്ടായ്മയിലോട്ട് വന്നു. അവരെല്ലാവരും പരിച്ഛേദനം സ്വീകരിച്ചവരാ. യഹൂദരെ സംബന്ധിച്ചിടത്തോളം ഈ പരിച്ഛേദനം നടത്തുക എന്നുള്ളത് ഉടമ്പടിയുടെ അടയാളമാണ്. അവർ പറയും, ഈ പരിച്ഛേദനം സ്വീകരിച്ചിട്ടുണ്ടെങ്കിലേ എന്തുള്ളൂ? രക്ഷ ഉള്ളൂ. അതാ പ്രശ്നം. അപ്പൊ അവര് പറഞ്ഞു, രക്ഷിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ എന്തു വേണം? കാരണം അവർ നോക്കിയപ്പം അറ്റം കണ്ടിക്കപ്പെടാത്ത കുറെ വിജാതിയിലൂടെ എങ്ങോട്ട് വന്നിട്ടുണ്ട്? എവിടേക്ക് വന്നിട്ടുണ്ട്? ക്രിസ്തീയ കൂട്ടായ്മയിലോട്ട് വന്നിട്ടുണ്ട്. അപ്പൊ പരിച്ഛേദനം ചെയ്തവരും ഉണ്ട്, ചെയ്യാത്തവരും എവിടെയുണ്ട്? ക്രിസ്തു മതത്തിലുണ്ട്. അതായത് ഈ 1ഉം 2ഉം പേര് പരിച്ഛേദനം ചെയ്തവരാണ്, മൂന്നാമത്തെ കൂട്ടര് പരിച്ഛേദനം ചെയ്യാത്തവരാ. വലിയ പ്രശ്നമായി. പ്രശ്നം എന്നാന്നറിയാമോ? ഈ 1ഉം 2ഉം കൂട്ടര് പറഞ്ഞു, ദേ ഞങ്ങൾ പരിച്ഛേദനം ചെയ്തവരാ, നിങ്ങൾ കുറെ പേര് ഈ അറ്റം കണ്ടിക്കാത്തവരുണ്ട്, നിങ്ങളും കൂടെ പരിച്ഛേദനത്തിന് വിധേയരാകണം, എന്നാലേ രക്ഷപ്പെടൂ. അങ്ങനെ പറഞ്ഞ് പ്രശ്നമായി ആദിമസഭയിലെ. അങ്ങനെ പ്രശ്നം വന്നപ്പോൾ പൗലോസ്ലീഹ പറഞ്ഞു, അതൊന്നും നടപ്പുള്ള കാര്യമല്ല. നിങ്ങളുടെ പഴയ നിയമത്തിന്റെ ഭാഗമായിട്ട് പരിച്ഛേദനം ചെയ്തു. പൗലോസ്ലീഹയും പരിച്ഛേദനം ചെയ്ത ആളാന്ന് ഓർത്തോണം. എന്നിട്ട് പറയുകയാണ്, വിജാതിയര് അവരായിരുന്ന അവസ്ഥ തുടർന്നാൽ മതി. അവരിനി പഴയ നിയമത്തിലെ യഹൂദ മതത്തിന്റെ ആചാരത്തിലോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല. ക്രിസ്തു മതത്തിൽ പരിച്ഛേദനം പരിപാടിയൊന്നുമില്ല. ഇവിടെ മാമോദീസായേ ഉള്ളൂ. അതുകൊണ്ട് പരിച്ഛേദനത്തിന്റെ കാര്യം ഇനി മിണ്ടിപ്പോയേക്കല്ലേ. അപ്പോഴത്തേക്ക് വലിയ ബഹളമായി. അപ്പൊ പൗലോസ്ലീഹ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ പറഞ്ഞാലല്ലേ നിങ്ങൾക്ക് കേൾക്കാൻ മേലാത്തുള്ളൂ. നമുക്ക് ജെറുസലേമിലോട്ട് പോയേക്കാം. ജെറുസലേമിൽ ആരാ ഉള്ളത്? പത്രോസും ബാക്കി അപ്പസ്തോലന്മാരും ഒക്കെ ഉണ്ട്. അപ്പൊ എന്നാൽ തന്നെ നമുക്ക് സുപ്രീം കോടതിയിലോട്ട് പോയേക്കാം, സഭയുടെ കേന്ദ്രത്തിലോട്ട് പോയേക്കാം. ഇന്നത്തെ കാലത്താണെങ്കിൽ നമുക്ക് ചെറിയ സഭയിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ എങ്ങോട്ട് പോകും? റോമായിലോട്ട് പോകുന്നത് പോലെ, അത്രേ ഉള്ളൂ. മാർപ്പാപ്പരെടുത്ത് പോകുന്നത് പോലെ ഉള്ളൂ. ഇവരങ്ങനെ റോമായിലോട്ട് പോവുകയാണ്. റോമായിൽ നമ്മൾ പോകുന്നത് പോലെ തന്നെ ഇപ്പൊ പോകുന്നത് എങ്ങോട്ടാണ്? ജെറുസലേമിൽ. നമ്മുടെ കാലത്താണ് റോമായി പോകുന്നു, അവർ അന്ന് ജെറുസലേമിൽ പോകുന്നു. ജെറുസലേമിലാണ് സഭയുടെ കേന്ദ്രം. അതുകൊണ്ട് അങ്ങനെ സഭയുടെ കേന്ദ്രത്തിലോട്ട് പോയി പൗലോസ്ലീഹ പത്രോസിനോടും യാക്കോബിനോടും കൂട്ടുകാരോടും ഒക്കെ പറഞ്ഞതേ, എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. ഞാൻ യഹൂദരുടെ ഇടയിലും പ്രസംഗിച്ചു, വിജാതിയുടെ ഇടയിലും പ്രസംഗിച്ചു. അറ്റം കണ്ടിച്ച് കുറേ ആൾക്കാർ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇനി അറ്റം കണ്ടിക്കപ്പെടാത്ത വിജാതിയരായിട്ടുള്ള ധാരാളം ആൾക്കാരും ഇവിടെയുണ്ട്. ഇനി അവരിങ്ങോട്ട് വന്ന് മാമോദീസായും സ്വീകരിച്ച് യേശുക്രിസ്തുവിൻ്റെതായി യഹൂദ മതത്തിന്റെ ആചാരങ്ങൾ ഇനി ഈ പാവങ്ങൾ ഇവിടെ അനുവർത്തിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും നടപ്പുള്ള കാര്യമല്ല, അത് ശരിയല്ല. അത് അവരുടെ യഹൂദ മതത്തിന്റെ ഒരു ആചാരത്തിന്റെ ഭാഗമായിരുന്നു. ഇപ്പം നമ്മൾ ആരും യഹൂദ മതത്തിന്റെ ആചാരത്തിലല്ലല്ലോ. നമ്മൾ യേശു പഠിപ്പിച്ച, യേശു ഒരിക്കലും പരിച്ഛേദനം ചെയ്യണമെന്ന് പറഞ്ഞില്ലേ? ഹൃദയത്തിന്റെ പരിച്ഛേദനത്തെ കുറിച്ചേ പറയുന്നുള്ളൂ, അല്ലാതെ ശരീരത്തിന്റെ മാനുഷികമായിട്ടുള്ള പരിച്ഛേദനം വേണമെന്ന് പറയുന്നില്ലേ. അപ്പൊ അതുകൊണ്ട് പൗലോസ്ലീഹ പറഞ്ഞു, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ശരീരത്തിന്റെ പരിച്ഛേദനം കൊണ്ടൊന്നും അല്ല ഒരാൾ രക്ഷപ്പെടുന്നത്, അതിനൊക്കെ അപ്പുറത്തെ വിശ്വാസത്തിന്റെ വഴികളിലൂടെയാണ് രക്ഷപ്പെടുന്നത്. മാമോദീസ മതി. അങ്ങനെ അങ്ങ് പറഞ്ഞു വെച്ചു. അത് കഴിഞ്ഞപ്പോൾ പത്രോസ്ലീഹായും യാക്കോബ് സ്ലീഹായും എഴുന്നേറ്റ് നിന്ന് നടത്തുന്ന പ്രസംഗമാണ് നമ്മൾ കാണാൻ പോകുന്നത്. നമുക്ക് വായിക്കാം. അപ്പസ്തോല പ്രവർത്തനത്തിന്റെ 15-ാമത്തെ അധ്യായത്തിന്റെ 1 തുടങ്ങിയുള്ള വചനങ്ങൾ. 1 തുടങ്ങി നമുക്ക് വായിക്കേണ്ടത് 35 വരെയുള്ള വചനഭാഗങ്ങളാണെങ്കിൽ നമുക്ക് ആദ്യ ഭാഗം ഒന്ന് വായിക്കാം.
താങ്ക് യു. വളരെ നീണ്ട ഒരു ഭാഗമായിരുന്നു. നിങ്ങളെല്ലാവരും വളരെ തീഷ്ണതയോടുകൂടെ വായിച്ചു. സംഭവം എന്താണ് എന്ന് നമുക്ക് മനസ്സിലായി. അവർ പറഞ്ഞു പരിച്ഛേദനം ആവശ്യമാണ്. അതാ പ്രശ്നം. സർക്കംസിഷൻ ആവശ്യമാണ്. പരിച്ഛേദനം ഉണ്ടെങ്കിൽ രക്ഷപ്പെടൂ എന്നുള്ളതാണ് ഇവരുടെ നിർബന്ധ ബുദ്ധി. പത്രോസ് എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കാൻ പോവുകയാണ്. അവരെല്ലാവരോടും ഒരുമിച്ച് കൂടിയിട്ട് തീരുമാനത്തിന് വേണ്ടിയിട്ട് വന്നപ്പോൾ പത്രോസ് പറഞ്ഞു, നമുക്കോ നമ്മുടെ പിതാക്കന്മാർക്കോ താങ്ങാൻ വയ്യാത്ത ഈ നുകം എന്തിനാ പാപം വിജാതിയരുടെ മേലെ കെട്ടിവയ്ക്കുന്നത്. അതാണ് പത്രോസിൻ്റെ പ്രസംഗം. 15-ാമത്തെ അധ്യായത്തിൻ്റെ 10-11 വചനങ്ങളിലാണ് പത്രോസിൻ്റെ പ്രസംഗം. അതാണ് 15-ാമത്തെ അധ്യായത്തിൻ്റെ 10-11 വചനങ്ങൾ. പത്രോസിൻ്റെ പ്രസംഗം അവിടെയാണ്. പത്രോസിൻ്റെ പ്രസംഗമാണ് വളരെ രസകരമായിട്ടുള്ളത്. അദ്ദേഹം പറയുകയാണ്, നമുക്ക് താങ്ങാൻ വയ്യാത്തൊരു നുകം എന്തിനാ കെട്ടിവെക്കുന്നത്. നുകം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? നെൽപ്പാടങ്ങൾ ഉള്ള സ്ഥലങ്ങളിലെല്ലാം കാളയെ പൂട്ടുന്നവരെ തീർച്ചയായിട്ടും കണ്ടിട്ടുണ്ടാവും. നുകം, കാളയുടെ കഴുത്തിന് മേൽ കെട്ടിവെക്കുന്ന നുകം. ആ നുകം അത് ഭാരമേറിയതാണ്. ആ ഭാരമേറിയ നുകം വഹിച്ചുകൊണ്ടാണ് കാള പോകുന്നത്. പത്രോസ്ലിഹ ഇവിടെ ആലങ്കാരികമായിട്ട് ഈ ഒരു ചിത്രം എടുത്തുകൊണ്ട് ഇവരോട് പങ്കുവയ്ക്കുകയാണ്. ഈ പരിച്ഛേദനം എന്ന് പറയുന്ന താങ്ങാൻ വയ്യാത്ത നുകം അതെന്തിനാ ഇവരുടെ മേൽ കെട്ടിവെക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, നിങ്ങൾ രക്ഷപ്പെടുന്നത് കർത്താവിൻ്റെ കൃപ വഴിയാണ്. കർത്താവിൻ്റെ കൃപ വഴി നിങ്ങൾ രക്ഷിക്കപ്പെടും. അതാണ് 11-ാമത്തെ വചനം പറയുന്നത്. 15-ാമത്തെ അധ്യായത്തിൻ്റെ 11-ാമത്തെ വചനം. അപ്പസ്തോല പ്രവർത്തനം 15-ാമത്തെ അധ്യായത്തിൻ്റെ 11-ാമത്തെ വചനം. നിങ്ങൾ കർത്താവിൻ്റെ കൃപ വഴി രക്ഷ പ്രാപിക്കും. കർത്താവിൻ്റെ കൃപ വഴി രക്ഷ പ്രാപിക്കും. അറ്റം കണ്ടിക്കണോ? വേണോ? വേണ്ട. പത്രോസ് സ്ലീഹയുടെ പ്രസംഗം അവസാനിച്ചു. അടുത്തത് നമ്മുടെ യാക്കോബ് സ്ലീഹായാണ്. അവർ രണ്ടുപേരും പ്രധാനപ്പെട്ട ആൾക്കാരെ സഭയിലെ. യാക്കോബ് സ്ലീഹായുടെ പ്രസംഗമാണ്. അത് 15-ാമത്തെ അധ്യായത്തിൻ്റെ 19-20 വചനങ്ങൾ. 15-ാമത്തെ അധ്യായത്തിൻ്റെ 19-20 വചനങ്ങൾ. യാക്കോബ് സ്ലീഹായുടെ പ്രസംഗം എന്തായിരുന്നു? ദൈവത്തിങ്കലേക്ക് തിരിയുന്ന വിജാതീയരെ നാം വിഷമിപ്പിക്കണോ? ആ അറ്റം കണ്ടിച്ച് വിഷമിപ്പിക്കണ്ടെന്നവരെ. ഇനി ഇങ്ങനെ വിജാതീയരായിട്ടുള്ളവർ, പ്രായമായിട്ടുള്ളവരൊക്കെ ഉണ്ട്. 50, 65, 70, 75, 80 ആയിട്ടുള്ള അപ്പാപ്പന്മാരൊക്കെ വിജാതീയരായിട്ടുള്ളവർ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. പാവങ്ങളെ ഇനി ഈ അറ്റമൊക്കെ കണ്ടിച്ച് ബുദ്ധിമുട്ടിപ്പിക്കണോ എന്നാ ചോദിക്കുന്നത്. വിഷമിപ്പിക്കണോ? വേണ്ട. തുടർന്ന് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ടെങ്കിലും പത്രോസിന്റെ പ്രസംഗത്തിന് അനുസരിച്ച് പരിച്ഛേദനം വേണോ? യാക്കോബിന്റെ പ്രസംഗം അനുസരിച്ച് വേണോ? അതുവഴിയായിട്ടാണ് ജെറുസലേം കൗൺസിൽ തീരുമാനിക്കുകയാണ്, ഇനി മുതൽ നമുക്ക് പരിച്ഛേദനം സഭയിൽ ആവശ്യമില്ല എന്ന് ഔദ്യോഗികമായിട്ട് അവർ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഏകകണ്ഠമായിട്ട് തീരുമാനിക്കുന്നതിനെ കുറിച്ച് നമ്മൾ ഇവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് പൗലോസിനോട് നമ്മളെല്ലാം ഏറെ കടപ്പെട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഇന്ന് നമ്മളും അറ്റം കണ്ടിക്കപ്പെട്ടവരായിട്ട് ഇവിടെ അവശേഷിക്കപ്പെട്ടേനെ. പൗലോസ്ലീഹായുടെ ഒരൊറ്റ ഇടപെടലാണ് നമ്മുടെ ഈ ക്രിസ്തീയ കൂട്ടായ്മയിൽ പരിച്ഛേദനം ഒഴിവാക്കിയതിന് കാരണം. കാരണം രക്ഷയ്ക്ക് അത് ആവശ്യമില്ല. ശാരീരികപരമായിട്ടൊക്കെ ചിലപ്പോൾ ചെയ്യുന്നവരൊക്കെ ഉണ്ടാകുമായിരിക്കും, ചിലപ്പോൾ ഹെൽത്ത് റീസൺസിൽ ചെയ്യുന്നവരൊക്കെ ഉണ്ടാകും. അതല്ല ഞാൻ പറഞ്ഞത്. വിശ്വാസപരമായിട്ട് അത് ശാരീരികപരമായിട്ട് ചെയ്യുന്നതിന് തടസ്സമുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനതിൻ്റെതായിട്ടുള്ള കാരണങ്ങൾ കാണും. അല്ലാതെ വിശ്വാസപരമായിട്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അത് ചെയ്യണോ വേണ്ടിയോ എന്നുള്ളതായിരുന്നു ചോദ്യം. അത് വേണ്ട എന്നാണ് പൗലോസ്ലീഹ പറഞ്ഞത്. മറിച്ച് പറയുന്നുണ്ട്, പിന്നീട് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഹൃദയത്തിൻ്റെ പരിച്ഛേദനം ആവശ്യം എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൻ്റെ രക്തം കണ്ടിക്കുക എന്നുള്ളതല്ല, അത് വേറെ അർത്ഥത്തിൽ അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്. വ്യക്തമായോ? പൗലോസ്ലീഹയാണ് ഈ പരിച്ഛേദനത്തിൻ്റെ കാര്യത്തിൽ ഇടപെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എന്നൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വചനഭാഗം ഒന്ന് വ്യാഖ്യാനിച്ചത്. അപ്പം അതുകൊണ്ട് പത്രോസ്ലീഹ പറഞ്ഞു, വിശ്വാസം വഴിയാണ് രക്ഷ പ്രാപിക്കുന്നത്. ദൈവത്തിൻ്റെ കൃപ വഴിയാണ് രക്ഷ പ്രാപിക്കുന്നത്. കർത്താവിൻ്റെ കരുണ വഴിയാണ് രക്ഷ പ്രാപിക്കുന്നത് എന്ന് നമ്മൾ പിന്നീട് കാണും. യാക്കോബ് സ്ലീഹ പിന്നീട് പറയുന്നുണ്ട്, പ്രവൃത്തികൾ വഴിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹത്തിൻ്റെ പ്രവൃത്തികൾ വഴിയാണ് നമ്മൾ രക്ഷിക്കപ്പെടുന്നത്. ഇനി എപ്പോഴാണ് ബ്രേക്ക് വേണ്ടത്? 11 o'clock ഓക്കെ. അന്നേരം ചായ വല്ലതും ഉണ്ടോ? ഓക്കെ. അപ്പം നമുക്ക് 11 മണിക്ക് തന്നെ വിടാം. ഏതാനും മിനിറ്റുകൾ കൂടിയുണ്ട്. അപ്പം നമുക്കെന്നാൽ ഈ ഭാഗം അതങ്ങ് അവസാനിപ്പിക്കാം. ഈ പൗലോസിൻ്റെ ഒന്നാമത്തെ യാത്രയെ നമ്മൾ വായിച്ചില്ല. ഒന്നാമത്തെ യാത്രയിൽ പൗലോസിൻ്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നത് ബാർണബാസ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ യോഹന്നാനും ഉണ്ടായിരുന്നു.
ജോൺ മാർക്ക് എന്ന് പറയുന്ന ഒരാൾ കൂടെ ഉണ്ടായിരുന്നു. ഒന്നാമത്തെ യാത്ര നമ്മൾ പറഞ്ഞില്ലേ? ഒന്നാമത്തെ യാത്ര കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും ജോൺ അവിടെ നിന്നൊന്ന് മുങ്ങിയായിരുന്നു. അതിനിടയിൽ നമ്മൾ വായിച്ചില്ല എന്നേ ഉള്ളൂ, ഒരു വചനഭാഗത്തുണ്ട് ജോൺ അവരുടെ കൂട്ടത്തിൽ നിന്നും ഇടയ്ക്കൊന്ന് മുങ്ങിന്ന്. എവിടെയാണെന്ന് ചോദിച്ചാൽ വചനഭാഗം പതിമൂന്നാമത്തെ അധ്യായത്തിന്റെ 13-ാമത്തെ വചനത്തില് പൗലോസും കൂടെയുള്ളവരും പാഫോസിൽ നിന്ന് കപ്പൽ യാത്ര ചെയ്ത് പാംഫീലിയയിലെ പെർഗായിലെത്തി. യോഹന്നാൻ അവരെ വിട്ട് ജെറുസലേമിലേക്ക് പോയി. ഒന്നാമത്തെ യാത്രയിൽ ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നയാളെ ഇടയ്ക്കൊന്ന് സ്കൂട്ടായി എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ, അല്ലെങ്കിൽ മുങ്ങി എന്ന് പറയുന്നത് പോലെ അങ്ങനെ പോയായിരുന്നു. യോഹന്നാൻ 13:13 ഇനി അതിൻ്റെ പേരിൽ ചെറിയ വഴക്കുണ്ടാകുന്നുണ്ട്. ആ വഴക്കിൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. പൗലോസ്ലിയായ്ക്ക് ചില നിബന്ധനകളും ഒക്കെ ഉണ്ട്. അതെന്നാ ചോദിച്ചു കഴിഞ്ഞാൽ, യാത്രയ്ക്ക് പോരുവാന്ന് പറഞ്ഞുകൊണ്ട് കൂടത്തിൽ പോന്നേക്കണം, ഇടയ്ക്ക് വേറെ പരിപാടി ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഇട്ടേച്ചിട്ട് പോയി കഴിഞ്ഞാൽ അതൊന്നും എനിക്ക് ഇഷ്ടമില്ല, ഉള്ളതുപോലെയൊക്കെ പറയും. അപ്പോൾ ബർണ്ണബാസായിരുന്നു കൂട്ടത്തിൽ ഉണ്ടായിരുന്നത്. ബാക്കി പിന്നെ ഉണ്ടായിരുന്നത് ബർണ്ണബാസായിരുന്നു. രണ്ടാമത്തെ യാത്ര ഈ ബർണ്ണബാസും ജോണും വലിയ കൂട്ടുകാരാ. ബർണ്ണബാസും ജോണും എപ്പോഴും മിണ്ടിയും പറഞ്ഞും ഒക്കെ ഇരിക്കുന്നത് അവരാണ്. പക്ഷെ ബർണ്ണബാസിന് സങ്കടം വന്ന് കാണുമായിരിക്കും ജോൺ ഇടയ്ക്ക് വെച്ച് ഇട്ടിട്ട് പോയപ്പം. എന്തായാലും കുഴപ്പമില്ല, ബർണ്ണബാസ് ഓർത്ത് അടുത്ത യാത്രയ്ക്ക് പോകുമ്പം ആരെ കൂട്ടാം? ആ ജോണിനെ കൂട്ടാം. എപ്പോഴും പൗലോസിനോട് എങ്ങനെയാണ് മിണ്ടുന്നത്? മെത്രാനച്ചനോട് എപ്പോഴും എങ്ങനെയാണ് മിണ്ടിക്കൊണ്ടിരിക്കുന്നത്? സെക്രട്ടറിച്ചന്മാരും അല്ലെങ്കിൽ വേറൊരു അച്ഛനോടാണ് എപ്പോഴും മിണ്ടിക്കൊണ്ടൊക്കെ ഇരിക്കാമല്ലോ. അപ്പം അതാണ് ഈ ബർണ്ണബാസിൻ്റെ ചിന്ത. പക്ഷെ എന്നാ സംഭവിച്ചെന്ന് ചോദിച്ചാൽ, രണ്ടാമത്തെ യാത്ര തുടങ്ങാൻ ഒക്കെ പ്ലാൻ ചെയ്ത് വന്നപ്പോഴേക്കും ബർണ്ണബാസ് പറഞ്ഞു, എന്നാൽ നമുക്ക് ജോണിനെ കൂടെ വിളിച്ചാലോ, കൊണ്ടുപോയേക്കാം. ഉടനെ പൗലോസ് പറഞ്ഞു, വേണ്ട, അവനെ ഇടയ്ക്ക് ഇട്ടിട്ട് പോയതിനാ, അവനെ കൂട്ടുന്ന പ്രസ്ഥാനമില്ല. ഉടനെ ബർണ്ണബാസ് പിണങ്ങി. അതാണ് നമ്മൾ തൊട്ടുനിന്ന് വരുന്ന ഭാഗത്ത് കാണുന്നത്. അപ്പസ്തോല പ്രവർത്തനം 15:36 തുടങ്ങിയത് വായിച്ചു നോക്കാം. അപ്പസ്തോല പ്രവർത്തനം 15:36. അപ്പസ്തോല പ്രവർത്തനം 15-ാമത്തെ അധ്യായത്തിന്റെ 36 തുടങ്ങിയുള്ള വചനങ്ങൾ. കാര്യം പിടികിട്ടിയല്ലോ. പൗലോസ് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, പക്ഷെ ജോൺ മാർക്കിനെ കൂടത്തിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല. കാരണം ഒന്നാമത്തെ യാത്രയിൽ വന്നേച്ചിട്ട് പകുതി വഴിക്ക് ഇട്ടേച്ചു പോയവനാ. ഇടയ്ക്ക് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ട്, ബുദ്ധിമുട്ടുകളൊക്കെ വന്ന് പലരും അതും ഇതുമൊക്കെ പറയുകയും ഇടിക്കുകയൊക്കെ ചെയ്തു. പുള്ളി അവിടെ നിന്നും പതുക്കെ മുങ്ങിയാ പോട്ടെ, ഇച്ചിരി കഴിയുമ്പോൾ തിരിച്ചു വരണ്ടേ, തിരിച്ചു വന്നുമില്ല. അതാ പൗലോസ്ലിയായ്ക്ക് ഇഷ്ടപ്പെടാത്തത്. പക്ഷെ ബർണ്ണബാസ് പറഞ്ഞു, എനിക്ക് കൂട്ട് ആര് വേണം? യോഹന്നാൻ വേണം. പൗലോസ് പറഞ്ഞു, അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നീ വേറെ വഴിക്ക് പോകുക, എൻ്റെ കൂട്ടത്തിൽ പോരുകയാണെങ്കിൽ അവനെ കൂട്ടാൻ പറ്റിയില്ല. പിന്നെ എന്നാ ചെയ്തു? ബർണ്ണബാസ് ഈ ജോൺ മാർക്കിനെയും കൂട്ടിക്കൊണ്ട് അവർ മിഷൻ പ്രവർത്തനത്തിൻ്റെ വേറൊരു സ്ഥലത്തോട്ട് പോയി. പൗലോസ് സീലാസ് എന്ന് പറയുന്ന സിൽവാനോസ് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട് രണ്ടാമത്തെ മിഷണറി യാത്രയ്ക്ക് പോയി. അതാണ് സംഭവം. എന്തോ പൗലോസിന്റെ രണ്ടാമത്തെ യാത്രയില് പൗലോസിന്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ആളുടെ പേര് നമ്മളിവിടെ പറയുന്നുണ്ട്, സീലാസ്. സീലാസിന്റെ മറ്റൊരു പേരാണ് സിൽവാനോസ്. സീലാസ് എന്ന് പറയുന്നത് തന്നെയാണ് ഈ സിൽവാനോസ്.
ചുരുക്കപ്പേരായിരിക്കും. സിൽവാനോസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ചില നീണ്ടു പോകുമല്ലോ, വിളിക്കാൻ എളുപ്പം അല്ലേ? എന്തോ ആ ആ അതെ അതെ, അതിൻ്റെ ചുരുക്കമാണ് സീലാസ്. ആ പിന്നെ കാര്യമൊക്കെ കാര്യം, ഉഴപ്പ് കാണിച്ചു കഴിഞ്ഞാൽ നോ കോംപ്രമൈസ്. ചിലരൊക്കെ തോന്നും പൗലോസിനോടൊരു ഇഷ്ടക്കേടൊക്കെ തോന്നും, ഉള്ളതുപോലെയൊക്കെ പുള്ളിക്കാരൻ പറയും. നമ്മൾ പിന്നീട് കാണും ഗലാത്യ ലേഖനത്തിലോട്ട് വരുമ്പോൾ പത്രോസിന്റെ നേരെ പറയുന്നുണ്ട്, നിന്റെ കള്ളത്തരമൊന്നും എൻ്റെ അടുത്ത് ചിലവാകുകയില്ല കേട്ടോ, നിന്റെ കപടതയും കൊണ്ട് എൻ്റെ അടുത്ത് വന്നേക്കരുതെന്ന് ഗലാത്യ ലേഖനത്തിൽ പറയുന്നുണ്ട്. പൗലോസിന് പേടിയൊന്നുമില്ല, അത് പത്രോസ് ആയാലും കൊള്ളാം, യോഹന്നാനായാലും കൊള്ളാം, ഉള്ളതുപോലെ പറയും. ചിലപ്പോൾ നമുക്ക് തോന്നും വെട്ടൊന്ന് മുറി രണ്ട് എന്നൊക്കെയാണ് പുള്ളിയുടെ ഭാവം. അതൊന്നുമില്ല. കോംപ്രമൈസിന്റെ കാര്യം, സത്യത്തിന് വേണ്ടിയിട്ട് കോംപ്രമൈസ് ഒന്നുമില്ല, അതൊന്നും ഇല്ല. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ യാത്രയിൽ, ഇനി അധികം യാത്രകളെ കുറിച്ച് പറയാനില്ല. നമുക്ക് ഇന്ന് തന്നെ ഉച്ചയ്ക്ക് മുന്നേ പൗലോസ്ലിഹായെ മരിപ്പിക്കേണ്ടതുണ്ട്. മരിപ്പിച്ച് കഴിഞ്ഞാലേ നമുക്ക് ലേഖനത്തിലോട്ട് പ്രവേശിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ എങ്ങനെയെങ്കിലും കാപ്പികുടി കഴിഞ്ഞ് വന്നിട്ട് ഓടി പൗലോസ്ലിഹായെ മരിപ്പിക്കും ഉച്ചയ്ക്ക് മുന്നേ. എന്നിട്ട് നമുക്ക് പിന്നെ ലേഖനത്തിലോട്ട് പോകണം. അതുകൊണ്ട് ഇപ്പം നമുക്ക് കാപ്പിക്കായിട്ട് പോകാം. കാപ്പി കുടിച്ചൊരു 10-15 മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്കും ഒന്ന് നടുവൊക്കെ ഒന്ന് നിവർത്തി ഇച്ചിരി രക്തയോട്ടമൊക്കെ ആയിട്ട്